അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കേക്ക് വീഡിയോ ആയിട്ടാണ്, കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. എന്റെ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു സാധനങ്ങളൊക്കെ, കേക്ക് ഉണ്ടാക്കാൻ സാധനങ്ങളൊക്കെ കൊണ്ട് ഓവനുണ്ട്, അപ്പൊ പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചു. ചായ കുടിക്കുന്നതിന് കടിയാവൂലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് വലിയ കുഴപ്പമില്ല. ഇന്ന് ഫ്ലോപ്പ് ആവോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയില്ല. ആ ഒരു ഓർമ്മയിലും ആ രീതിയിലൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കണം. അന്ന് ഞങ്ങൾ അയച്ചു ഞാനും കൂടി ചേച്ചിക്കും അതേപോലെ ഏട്ടനും കഴിക്കാൻ വേണ്ടിയാണ്. ചേച്ചി ഒന്നുമില്ല, അപ്പൊ ചേച്ചിക്ക് ഏട്ടനും കൂടി കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങക്ക് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേർത്തു പറഞ്ഞിരുന്ന ഐഡിയയിൽ ഉണ്ടാക്കാം. ഇപ്പൊ ഞാൻ അതിന്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, ഞാനൊന്ന് സെറ്റ് ആവട്ടെ, സെറ്റായി ശരിയായി അറിയാൻ കറക്റ്റ് അളവ്. രണ്ടാമത്തെ വട്ടമാണ് ഉണ്ടാക്കണത്. അപ്പൊ എന്തായാലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടോന്ന് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് അതിന്റെ വിവരം പറയാം. എന്തായാലും നന്നാവുമെന്ന് വിചാരിക്കുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്രാവശ്യം എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ കേക്ക് പണിയിലേക്ക് പോയാലോ. യെസ്, അപ്പം എന്തായാലും കേക്ക് അപ്പം നമ്മുടെ ഓവൻ ക്ലീൻ ചെയ്തുകൊണ്ട് അത് കീർത്തനാണ് മാസ്റ്റർ കേക്ക് ഉണ്ടാക്കണേല്. കേക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടു തന്നെ ഇവിടേക്ക് എത്തില്ല, അതുകൊണ്ട് മറ്റേ സാധനം വേണം. ഏത്? ജോയിന്റർ, അഡാപ്റ്റർ. അപ്പൊ തുടങ്ങാല്ലേ? കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു സൈഡിലേക്കൊക്കെ കളിക്കാൻ പാടില്ലെന്നൊക്കെ പറയാ. ചാനക്ക് എന്താ പറഞ്ഞിട്ടുണ്ടാക്കുക? നമ്മൾ അതിലേക്ക് ഓ മതി. ഇത് ഇങ്ങനെ വെക്കാം. എടുക്കുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നട്ടിച്ച് വേറെ സാധനം കൊണ്ട് എടുക്കാം. അതാവുന്നുള്ളൂ, നമുക്ക് വീണ്ടും തിരിക്കാം. സ്റ്റീലിൻ്റെ പാത്രം വയ്ക്കാൻ അലുമിനിയത്തിൽ വെക്കണം. ഇവിടെ അലുമിനിയത്തിൽ പാത്രം ഇല്ലുന്നത് ഞാൻ കഴിഞ്ഞ സ്റ്റീലിൽ വെച്ച്. A few moments later. പൊന്തി
പൊന്തിട്ടാ ഒരു അടി പൊന്തി പൊന്തി ഇന്ത്യനേക്കാളും പൊന്തില്ല അന്ന് ഞങ്ങക്ക് അതിന് ഇത്ര ആയിട്ടല്ലേ ഉള്ളൂ ആ നീ ആവാണ്ടല്ലേ ആവാണ്ട് കുറച്ച് 1 hour later. പൊന്തിട്ടാ ഇത്രയുള്ളൂല്ലേ ആയില്ലേ പരിപാടിയൊന്നുമില്ല കഴിഞ്ഞ മാസം കേക്കിന്റെ മണം അടിക്കണ്ട് അടുത്തേക്ക് പോയി മതി ഇല്ലേ കരിഞ്ഞ മണാവൂല ഇപ്പൊ ഒരു കരിഞ്ഞ മണല്ലേ കേക്ക് റെഡി ആയിട്ടുണ്ട് ആ സാധനം ചൂടാവൂട്ടാ പാത്രം അത് പുറത്തേക്ക് വലിച്ചുകൊണ്ട് കീർത്തന കേക്ക് മാസ്റ്റർ കീർത്തന പ്രിപ്പറേഷൻ കീർത്തനയുടെ ഒരു ചെറിയൊരു ആയിട്ടില്ല അപ്പൊ നൂടി വെക്ക് 10 അല്ലേ 20 വയ്ക്കറേ നന്നായി എന്തായാലും എനിക്ക് മുരിഞ്ഞ കളറായിരുന്നു ഇന്ത്യയിൽ കിട്ടിയിരുന്നു മുകളിലും മുരിഞ്ഞ കളറായിട്ടുണ്ട് ആ ഭാഗം ചിത്തി കളയാ ചെയ്തത് 20 വെക്കണം 10 വെച്ചാ പോരെ 20 വെച്ചോ അപ്പൊ നമ്മൾ 20ലേക്കാണ് വെച്ചേക്കുന്നത് 15ക്ക് പിന്നെ വെച്ചിട്ടുണ്ട് അത് ആയിട്ടില്ല ചിലപ്പോൾ ചൂട് കുറച്ച് വെച്ചോണ്ടാവും ചിലപ്പോൾ ചൂട് കൂട്ടി വെക്കണം 80 കിടന്നപ്പോ തന്നെ ഇപ്പൊ 150 അന്ന് എത്ര വെച്ച് 160 വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് കൂട്ടുക അല്ലേ അതെ അപ്പൊ മതി വേണ്ട ഇത് തീർന്നില്ലേ ഞാൻ അത് വെള്ളത്തിൽ വെച്ചാൽ സാധനം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേക്ക് മുറിക്കാൻ പോവാണ് ആദ്യം ആർക്കാ കൊടുക്ക കുട്ടി ചീറ്റാ ആർക്കാ കൊടുക്ക അയ്യോ ഞാൻ ഉണ്ടാക്കിയതാ അയ്യോ ഒന്നും പറയില്ല എന്താ കേൾക്കണോപ്പം അങ്ങനെ കേക്ക് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് തുടങ്ങി നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ഷാദില്ലേ വേദുവാ കട്ട് ചെയ്ത് കുട്ടിക്ക് കൊടുക്കോ ഇവിടെ ഇളകിയിട്ടുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറായില്ല സൂപ്പർ പറഞ്ഞ ക്യാമറയിൽ നോക്കിയിട്ട് സൂപ്പർ പറയും സൂപ്പർ എങ്ങനെ ആട്ടിക്കേ അറിയില്ല സൂപ്പർ എങ്ങനെയുണ്ട് കീർത്തോ ടേസ്റ്റ് ഇല്ലേ കുട്ടിക്ക് ഒരു കഷ്ണം കൂടി കൊടുക്കടി അതെ ഉണ്ടോ കഴിച്ച പോലെ അപ്പോൾ അല്ല ഒരാൾ പറഞ്ഞു വെച്ചിട്ട് കറക്റ്റായിട്ട് ഇത്ര ചെറിയ പോരായ്മകൾ ഉണ്ടല്ലേ കീർത്തോ ഉണ്ട് അത് കുഴപ്പമില്ല ആദ്യം ഉണ്ടാക്കിയതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടാവും അത് കുഴപ്പമില്ല അല്ലേ വേദന ഇഷ്ടമായില്ലേ വേദന ഇഷ്ടമായില്ലേ ഹലോ അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ബാക്കി ഇനി കുറച്ചും കൂടി അച്ഛന് വേണ്ടി എത്തിച്ച് നമ്മളൊക്കെ കഴിച്ചു എല്ലാവരും മുട്ടൊരു ചെറിയ ചോയ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ചോയ മാറാനാണ് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സെറ്റായിട്ട് കുറച്ചും കൂടി ഒഴിക്കണമായിരുന്നു അല്ലെങ്കിൽ സുർക്കായാലും മതിയാന്ന് തോന്നുന്നുണ്ട് എന്തോ ശരി മുട്ടയുടെ ചോയ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ മിക്സിയിൽ അടിച്ചതിൻ്റെ അറിയാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം നല്ല സോഫ്റ്റ് ആയിരുന്നു കേക്ക് ബാക്കി എല്ലാം കൊണ്ട് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ കറക്റ്റ് അളവ് കീപ്പ് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻ്റ് ഒന്നുമില്ല ഏകദേശം ഒരു അളവ് കണക്കൂട്ടിയിട്ട് നമ്മുടെ കണക്കിലാണ് ചെയ്യാൻ ചെയ്തത് അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല എങ്കിലും കേക്കാണ് നല്ല സ്മൂത്തുള്ള കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ഏറ്റവും വലിയ കാര്യമായിരുന്നു പിന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ.